The artery that carries carbon dioxide rich blood from the heart to the lungs is called pulmonary artery. Pulmonary artery എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡിനെ ലങ്സിലേക്ക് എത്തിക്കുന്നത്. എന്തിനാ? പുറത്തോട്ട് കളയാൻ വേണ്ടി, നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടി. സോ ദ artery that carries carbon dioxide rich blood from the heart to the lungs is known as a pulmonary artery. It is the only artery that carries carbon dioxide rich blood. അപ്പൊ ഈ ആർട്ടറിയിലെ ഈ ഒറ്റ ഒരു ആർട്ടറിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത്. And that the vein that carries oxygen rich blood from the lungs to the heart is known as a pulmonary vein. അടുത്തത് നമ്മുടെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ലങ്സിൽ നിന്നും ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെയിനിന് പറയുന്ന പേരാണ് പൾമിനറി വെയിൻ. പൾമിനറി ആർട്ടറി എന്ന് പറഞ്ഞാല് വിച്ച് ക്യാരീസ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ലങ്സിലേക്ക് എത്തിക്കുന്ന ആർട്ടറിക്ക് പറയുന്ന പേരാണ് പൾമണറി ആർട്ടറി. നെക്സ്റ്റ് നേരെ തിരിച്ച് പൾമണറി വെയിൻ എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, നേരെ ഓപ്പോസിറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ലങ്സിൽ നിന്നും നമ്മുടെ ഹാർട്ടിലേക്ക് എത്തിക്കുന്ന ആളാണ് പൾമണറി വെയിൻ. ഇറ്റ് ഈസ് ദ ഓൺലി വെയിൻ ദാറ്റ് ക്യാരീസ് ഓക്സിജൻ റിച്ച് ബ്ലഡ്. ഇത് വലിയ കാര്യമായിട്ട് ഒരു ഫാക്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ, അല്ലാതെ എക്സാമിനൊന്നും വരുന്നില്ല. നെക്സ്റ്റ് വി ഷാൽ സ്റ്റഡി അബൌട്ട് ഹാർട്ട്. ഹൗ മെനി ഹാർട്ട്സ് ഡു യു ഹാവ്? സോണെ അയ്യോ, Faith has only one. 10 are there. Okay. What about you, Sean? 10. What about you, Anvaria? This chakamark allan 10 hearts. Girls, what about girls? Anvaria, can you hear? Welcome to the land. These two boys also are having 10 hearts. And what about you, girl? 1. Only one is missing. Adu valare korvai poi. Okay. The heart is a first-sized muscular organ located between the lungs. So, where is the heart located? Heart is located between the lungs. Lungs in the middle. വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്ന ഒരു മസ്കുലർ ഓർഗൻ ആണ്. ഫിസ്റ്റ് ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നമ്മളെപ്പോഴും ഹാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത് അല്ലേ? ഓക്കെ, ഏകദേശം ആ ചിത്രത്തിൽ അതുപോലെയാണ്. പക്ഷെ എക്സാക്ട്ലി ഇങ്ങനെയൊന്നും അല്ല അല്ലേ? നമ്മൾ വരയ്ക്കുന്ന ഹാർട്ടും ലവിന്റെ ഹാർട്ട് വരയ്ക്കല്ലേ, ആ ഹാർട്ടും ഈ ഹാർട്ടും തമ്മിൽ എന്തെങ്കിലും ഒരു ഷേപ്പിന് സാമ്യമുണ്ടോ? എന്തോരം വ്യത്യാസം അല്ലേ? ഓക്കെ. The heart is a fist-sized muscular organ located between the lungs. It is centrally placed but tilted towards the left. Central ആണ് വെച്ചിരിക്കുന്നത്, പക്ഷെ ഒരു ശകലം ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹാർട്ട് ഈ ഭാഗത്താണോ ഈ ഭാഗത്താണോ? Where is your heart? Faith, show me. It is little bit of tilted to the left side. Shown you? ഉറപ്പല്ലേ? What about you? ഈ ഒരെണ്ണത്തിന്റെ കേസ് ഇപ്പം വന്നിട്ടുള്ള ബോയ്സിനോട് പറയാണ്, ഈ ഒരെണ്ണത്തിന്റെ കേസ് ഇപ്പൊ നിങ്ങളുടെ കേസിൽ വന്നിട്ടുള്ളൂ. ബാക്കിയോ വാട്ട് അബൌട്ട് ദ 9 ഹാർട്ട്സ്? വേണ്ട വേണ്ട, ഇപ്പൊ കാണിക്കട്ടെ. മറ്റേ എന്താ ക്രൊക്കഡൈലിന്റെ ഒക്കെ ഷോറ് പോലെ ഇരിക്കും. ഷോറ് ഹാർട്ട് എടുക്കാൻ പോയതാണ് വീഡിയോ ഒക്കെ ഇട്ട്, ഞാൻ വിചാരിച്ചു. ഓക്കെ സ്റ്റോറിയിലെ പോലെ എന്റെ ഹാർട്ട് മരത്തിലാണ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് സെൻട്രലി പ്ലേസ്ഡ് ബട്ട് tilted towards the left. It beats 60 to 80 times in a minute throughout your life.
how many days you live, that many days your heart will beat from 60 to 80 times in a minute. ഒരു മിനിറ്റിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ജനിച്ചപ്പോൾ മുതലേ തുടങ്ങി മരിക്കുന്നോടം വരെ. അതെന്ന് നിൽക്കുന്നു അന്ന് നിങ്ങളും നിന്നു. ഓക്കെ. It beats 60 to 80 times a minute throughout your life. Its function is to pump blood. What's the duty of heart? To pump the blood to the whole part of our body. നമ്മുടെ ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു മോട്ടറാണ്. മോട്ടർ നമ്മൾക്കറിയാം കിണറ്റിലെ വെള്ളത്തിന് പമ്പ് ചെയ്ത് നമ്മുടെ ടാങ്കിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ആ മോട്ടറിലൂടെയാണ് അല്ലെ? ആ മോട്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റ് സംഭവിച്ച പിന്നെ വെള്ളം ഉണ്ടോ നമുക്ക്? ഇല്ല. സെയിം മെത്തേഡ് ഉള്ളു ഹിയർ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ മോട്ടർ. ഇറ്റ് പമ്പ്സ് ബ്ലഡ് ഓൾ ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുകയാണ് ഇതിന്റെ ജോലി. You can feel your own heartbeats by placing your hand on your chest towards the left. Okay, you just keep your hand like this way on your chest. ചെണ്ടോട്ടൊന്നും പോലില്ല, എന്നാലും ചെണ്ടപ്പെടാന്നല്ലേ, അത്രയില്ല. അങ്ങനെ കൊട്ടും. എപ്പോഴാന്നറിയാവോ? അങ്ങനെ കൊട്ടുന്നത് എപ്പോഴാ? ഓടിക്കഴിയുമ്പോ ഓടിയൊക്കെ വരുമ്പോ പിന്നെ ഉണ്ട് വെയിറ്റ് ഒക്കെ എടുത്ത് കഴിയുമ്പോ പിന്നെ പാമ്പിനെയൊക്കെ കണ്ട് പേടിച്ചു കഴിയുമ്പോ, പട്ടീനെ കണ്ട് പേടിച്ച് എന്തെങ്കിലും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രേതത്തെയൊക്കെ സ്വപ്നം കാണുന്നു. അതെനിക്കറിയാം. ഫെയ്ത്തിന്റെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഫെയ്ത്ത് സ്വപ്നം കാണുന്ന കഥകളൊക്കെ. ഓക്കെ. അപ്പൊ പ്രേതത്തിനൊക്കെ സ്വപ്നം കാണുമ്പോഴൊക്കെ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ചെണ്ട കൊട്ടുന്ന പോലെ കൊട്ടിക്കൊണ്ടിരിക്കും. അതർവൈസ് നോർമലി 60 to 80 ടൈംസ് പെർ മിനിറ്റ്. ഷോണിന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ. You can feel your own heartbeats by placing your hand on your chest towards the left. A doctor uses a stethoscope to listen to your heartbeat. Endu is stethoscope? What is that? When you go to hospital, doctor will keep one thing like this way on his ear and another one on your chest, isn't it? Why he is doing like that way? ഹാർട്ട് ഇടിക്കുന്നുണ്ടോന്ന് കേൾക്കാം. ഹാർട്ട് അവിടെ തന്നെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഓക്കെ. ഹാർട്ട് ബീറ്റ് ഈസ് നോർമൽ ഓർ നോട്ട് ഹി വാണ്ട്സ്. അതുപോലെ അത് നമ്മുടെ ഫെയ്ത്തിനെ പോലെ മരത്തിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടോന്ന് പറയാൻ പറ്റത്തില്ലോ. സോ ഹി വാണ്ട്സ് ടു ഡോക്ടർ വിൽ എക്സാമിൻ ദ ബീറ്റ് ഓഫ് ദ ഹാർട്ട്. ഓക്കെ. നെക്സ്റ്റ്. The heart is divided into 4 chambers. 4 chambers. 4 അറകളാണ് ഹാർട്ടിനുള്ളത്. The top chambers with comparatively thinner walls are called auricles. The 2 lower chambers with thick muscular walls are called ventricles. ഞാനൊരു ഹാർട്ടിന്റെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പലതും വരുവാ. One second. Can you hear? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒരു മിനിറ്റ്. No, miss. Coronary artery supplies mainly the right side of the heart. Coronary artery supplies the left side of the heart. Once again. The right കേൾക്കായിരുന്നു. Okay. turn branch off into smaller arteries which supply oxygen. 2 main needs its own fuel supply. It receives this through its own blood vessel network called the coronary arteries. 2 main coronary arteries, the left and right, branch off from the aorta. These in turn branch off. Okay, ഇതില് ഈ രണ്ടെണ്ണം ഇല്ലേ, this and this one and this one കണ്ടോ? ഈ ഫെയ്ത്ത് എവിടെയാ നോക്കിയിരിക്കുന്നത്? സ്ക്രീനിൽ നോക്കുന്നുണ്ടോ? ഓക്കെ. This and this, ഇത് രണ്ടും എന്താണ്? നമ്മുടെ auricles. This is a right auricles and this is a left auricles. And ഇതിന്റെ താഴോട്ട് വന്നിരിക്കുന്ന ഈ സാധനമില്ലേ, ഈ സാധനത്തിനാണ് നമ്മൾ പറയുന്നത്
വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. Okay, this is auricle, auricles, next this is ventricles, and these are two chambers are there, and these are two chambers. Okay, off into smaller arteries which supply oxygen-rich blood around the entire heart muscle. The right coronary artery supplies mainly the right side of the heart, and the left coronary artery supplies the left side of the heart. Coronary arteries, like other arteries in our body, are like hollow tubes. They have a strong outer wall and a more delicate inner lining. blood pump ചെയ്യുന്നത്. When we are very young, our coronary arteries generally have healthy, smooth walls and are wide open tubes. Throughout our lifetime, the delicate coronary artery wall can be put under attack from risk factors such as toxins from inhaled cigarette smoke, mechanical injury from high-pressured blood flow, high cholesterol or high blood sugar from a diet high in saturated fats and sugars, and lack of exercise. These risk factors injure the delicate artery lining. This injury sets off a chain of events which leads to the buildup of fatty deposits or gunk within patches of artery walls. This process is known as atherosclerosis. These atherosclerotic fatty deposits grow and become harder to form plaque. As these plaques become larger, the artery becomes narrower. Less blood is Okay, ഇനി നമ്മുടെ സാധാരണ ബ്ലഡിന് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരും എന്ന് പറയാറില്ലേ, കേട്ടിട്ടുണ്ടോ അങ്ങനെ? എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ബ്ലഡ് നമ്മൾ ഫസ്റ്റ് ഇതിൽ കണ്ടു ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആയിട്ട് പോകുന്നത്. പക്ഷെ ഈ സെക്കൻഡ് വണ്ണിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫുഡ് സ്റ്റൈലിന്റെ വ്യത്യാസം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസിന്റെ ഒക്കെ ചേഞ്ചസ് കൊണ്ടോ, ഫുഡ് സ്റ്റൈൽസിൽ വരുന്ന വ്യത്യാസം കൊണ്ടോ, പിന്നെ സം പീപ്പിള് എൽഡേഴ്സ് എസ്പെഷ്യലി ജെൻസ് ഡ്രിങ്ക്സ്, they make alcohols and also they smoke, and all these are harmful to our health. And എന്ത് സംഭവിക്കുന്നു, നമ്മുടെ പിന്നെ നമ്മുടെ ഫുഡ്, അതുപോലെ നമ്മുടെ ഫുഡിൽ വരുന്ന നമ്മൾ കൂടുതൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇതുകൊണ്ട് ഈ ബ്ലഡ് വെസൽസിന്റെ ഈ എന്താ പറയുന്നത് വോൾസ് ഇവിടെ ഇങ്ങനെ ഇത് അടുത്തടുത്ത് വരും. മനസ്സിലായോ? ഇപ്പൊ ഇത് സാധാരണ നമുക്ക് ഉണ്ടായിരുന്നത് ഇതിപ്പോ നോർമൽ ആണ് അല്ലെ? ഈ നോർമൽ ഉള്ളതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു, grow and become harder to form plaque. കളർ ചേഞ്ച് ചെയ്ത് As these plaques become larger, the artery becomes narrower. Less blood is able to flow through the narrowed artery opening, meaning that part of the heart muscle is supplied with less oxygen and nutrient fuel. This can be a particular problem when the heart is pumping fast, such as during activity, and at this stage, people can Okay, what is that? അത് ആ വെയിൻ ഫുള്ള് ബ്ലോക്ക് ആകുമ്പോഴാണ് ഹാർട്ടിനെ ബ്ലോക്ക് എന്നൊക്കെ പറയാം. അങ്ങനെ ആയിരിക്കും. പിന്നെ അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. experience symptoms of angina or chest discomfort. The buildup of plaque can cause a portion of the inner lining of the artery to tear. As a result, a blood clot forms over the Okay, ഇപ്പൊ കണ്ടോ ഇങ്ങനെ വന്ന് ഇവിടെ രണ്ട് ബോത്ത് സൈഡ്സിൽ ഇങ്ങനെ വന്ന് പിന്നെ എന്ത് സംഭവിക്കുന്നു, ഇത് മൊത്തം ഇതിലേക്കൂടെ ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്നു കഴിയുമ്പോഴത്തേനും ഈ ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരുന്നു. അപ്പൊ ഇവിടെ എന്തായി, മൊത്തം ബ്ലോക്ക് ആയി. അങ്ങനെയാണ് അതായത് പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമായിട്ട് തോന്നുന്നല്ലേ? cause a portion of the inner lining of or chest discomfort. ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് കേട്ടോ പെട്ടെന്ന് വന്നു. അതാണ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് വരുന്നത്. കാരണം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ചിലവർക്ക് ഇങ്ങനെ ചെസ്റ്റ് പെയിൻ ഒക്കെ വന്ന് പതിയെ അതൊരു അറ്റാക്കിലേക്ക് പോകുന്നു. അതായത് ഹാർട്ട് അറ്റാക്കിലേക്ക്, ഫെയിലിയറിലേക്ക് വരുന്നു. നെക്സ്റ്റ് ഇവിടെ നോക്കിയാൽ ചിലർക്ക് സഡൻ ആയിട്ട് അറ്റാക്ക്, നിപ്പിലൊക്കെ നമ്മൾ ബോധം കെട്ട് വീണ് മരിച്ചു പോയി, പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോകിയല്ലേ. അപ്പൊ ഇതാണ് സംഭവം. അത് പെട്ടെന്ന് നമ്മളിപ്പം കണ്ടില്ലേ, സഡൻ ആയിട്ടൊരു അറ്റാക്ക് അല്ലേ? Discomfort. The buildup of plaque can cause a portion of the inner lining of the artery to tear. As a result, a blood clot forms over the tear, similar to the way blood clots at the side of a cut to stop bleeding. This blood clot can block the artery opening and prevent blood flowing and reaching a part of the heart muscle. Which part of the heart muscle depends on which coronary artery becomes blocked. Fuel supply to part of your heart muscle is cut off. The heart muscle affected is starved of oxygen and nutrients, and if blood flow isn't restored quickly, begins to die. This is a heart attack. This is heart attack. Signs and symptoms of a heart attack vary from person to person. Minutes matter when it comes to getting treatment for a heart attack. Okay.
It varies from person to person, means for some people suddenly they may get and they will be collapsed. ചിലർ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ചിലർ ഈ കിടന്നുറങ്ങുമ്പോൾ അറിയുക പോലും ഇല്ല, സൈലന്റ് അറ്റാക്ക് എന്ന് പറയും അല്ലേ. നെക്സ്റ്റ് ഡേ when other people or relatives or someone calls them, they find that this person is dead like that way. അറിയാതെ അങ്ങ് മരിച്ചു പോകുന്നു, ഉറക്കത്തിൽ അങ്ങനെ അറിയാതെ മരിച്ചു പോകുന്നു, സൈലന്റ് അറ്റാക്ക് ആയിട്ട്. നെക്സ്റ്റ് ചിലവരൊക്കെ എന്ത് ചെയ്യുന്നു, അതിന്റെ സിംറ്റംസ് ഒക്കെ കാണിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ഒക്കെ ചെയ്ത് രക്ഷപ്പെടുത്തിയെടുക്കുന്നു. അങ്ങനെ പല ഇതുണ്ട്. ഓക്കെ. Immediate treatment for a heart attack is needed to reopen the blocked fuel line to the heart muscle again. This is done by opening the artery either by using clot-busting drugs or through angioplasty. Long-term medication treatment can help reduce risk factors such as high cholesterol and blood pressure and slow or stop the damage to the artery walls and plaque buildup, therefore reducing your risk of another. In a healthy person, the heart is responsible for providing the body with blood that has been resupplied with oxygen so that the body can continue to function. It's a continuous process. On the right side of the heart, the right atrium, the heart receives deoxygenated blood from the body. The blood passes through the tricuspid valve into the right ventricle and then is pumped through the pulmonary valve into the pulmonary artery, which takes the deoxygenated blood to the lungs where it picks up oxygen. This oxygen-rich blood comes back into the left atrium of the heart through the pulmonary veins. The blood passes through the mitral valve into the left ventricle, which pumps the blood out through the aortic valve into the aorta. This is the main artery that takes this oxygen. Okay. Did you understand that? Next, blood circulation. The right auricles receives deoxygenated blood from various parts of the body through the veins and relaxes to receive it. It then contracts to send the blood. ഞാൻ അതിന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കട്ടെ. ബ്ലഡ് സർക്കുലേഷന്റെ ഫുൾ ഇംഗ്ലീഷ് ആണല്ലേ? അല്ലാതെ അവര് നമ്മുടെ മലയാളികൾ ആരെങ്കിലും പോയി ഇങ്ങനത്തെ ചെയ്യുന്നുണ്ടോ? ആരുമില്ല, ഇംഗ്ലീഷുകാർ മാത്രമേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാ. ഓക്കെ, ബ്ലഡ് സർക്കുലേഷൻ. In January this year, I did ayahuasca with a shaman from Colombia. Now, for those of you who have never... Veins are blood vessels containing blood flowing to the heart, while arteries have blood flowing from the heart. The blue is representative of blood vessels containing deoxygenated blood, while the red blood vessels have oxygenated blood fresh from the lungs. Now, let's follow the path of the blood through the heart. The superior vena cava receives blood from the head, neck, upper limbs, and chest. Meanwhile, the inferior vena cava receives blood from the trunk, viscera, see, from head, neck, and chest, blood comes, and lower limbs. Both the superior and inferior vena cava end up in the right atrium. One of the four... listen. ഇതില് ഈ ബ്ലൂ കളർ കണ്ടോ നിങ്ങള്? Did you see this blue color? ഇത് ഒരു ഹാർട്ടിൽ നിന്നും, പിന്നെ ഒന്ന് റെഡ് കളറിലും അല്ലെ. സോ ഇതിൽ ഒരെണ്ണം ഹാർട്ടിൽ നിന്നും, അതായത് ഇത് ഹാർട്ടിൽ നിന്നും ബ്ലഡ്, റെഡ് കളറിലുള്ളത് ഹാർട്ടിൽ നിന്നും ബ്ലഡിനെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഈ മറ്റു ഭാഗങ്ങളിലുള്ളതിനെ തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കുന്നു. ബ്ലൂ വണ്. ഓക്കെ, അതാണ്. 4 chambers of the heart.
The heart not only has 4 chambers, it also has 4 valves. The purpose of the valves is to keep blood moving in the right direction and not flow backwards. Blood exits the right atrium through the tricuspid valve, so called because it has 3 flaps, and enters the right ventricle. The blood exits the right ventricle through the pulmonary valve and enters the pulmonary artery. Again, Okay. So the right auricles receives a deoxygenated blood from various parts of the body through the veins and relaxes to receive it. It then contracts to send the blood into the right ventricle. So right side auricle വെയിനിൽ നിന്നൊക്കെയുള്ള ബ്ലഡ് മൊത്തം കളക്ട് ചെയ്തിട്ട് വെൻട്രിക്കിലേക്ക് റൈറ്റ് വെൻട്രിക്കിലേക്ക് വിടുന്നു. അപ്പൊ ഇതൊക്കെ കോൺട്രാക്ട് ചെയ്യും. നമുക്കറിയാം ഒരു ട്യൂബ് ആണെന്ന് പറഞ്ഞു നമ്മളെ അല്ലെ. ആ ട്യൂബിനകത്തോട്ട് വെള്ളം കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ എക്സ്പാൻഡ്. ആ വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ വെള്ളം കഴിഞ്ഞ് കഴിയുമ്പോൾ ട്യൂബ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. ലൈക്ക് ദ സെയിം വേ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകിയല്ലേ? കോൺട്രാക്ട് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നതും അങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ആകുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്നാണത്. It then contracts to send the blood into the right ventricle, which relaxes to receive it. The right ventricle contracts to pump the blood to the lungs through the pulmonary artery. അതിന്റെ ഒരു വീഡിയോ, അതുപോലെയുള്ളൊരു വീഡിയോ കിട്ടുന്നില്ല. എനിവേ ഇനിയിപ്പോ അതിന്റെ വീഡിയോ വേണ്ട അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഹാർട്ടിന്റെ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ പമ്പ്. അപ്പൊ നമ്മുടെ റൈറ്റ് ഔറിക്കിൾ receives the blood, deoxygenated ആയിട്ടുള്ള ബ്ലഡ് ഫ്രം ദ വെസൽസ്, ബ്ലഡ് വെസൽസിൽ നിന്ന് കളക്ട് ചെയ്ത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും എല്ലാം കളക്ട് ചെയ്യുന്നു. then it will contracts എന്ന് വെച്ചാൽ കോൺട്രാക്ട് ചെയ്യുന്ന എപ്പോഴാണ്? ചുരുങ്ങുന്നത് എപ്പോഴാണ്? അത് വെൻട്രിക്കിളിലേക്ക് ആ ബ്ലഡിനെ പാസ് ചെയ്യുമ്പോൾ. Exchange of gases take place in the lungs and oxygenated blood is sent to the left side of the heart through the pulmonary vein. അപ്പം നമുക്കറിയാം when we breathe in there will be oxygen and including oxygen some other gases also will get inside, isn't it? നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്. പക്ഷെ ഓക്സിജന്റെ കൂട്ടത്തിൽ അൺനെസസറി ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വേറെ ചിലതും കൂടെ ചേരും അല്ലെ. അപ്പൊ അങ്ങനെ ലങ്സിൽ വെച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുമ്പോൾ ഇൻ ദ ലങ്സ് ആൻഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് സെൻഡ് ടു ദ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഓക്സിജൻ ഉള്ള ബ്ലഡ് ലെഫ്റ്റ് സൈഡിലെ ഹാർട്ടിലേക്ക് പൾമിനറി വെയിനിലൂടെ കൊണ്ടുപോകും. അതായത് ഇത് റൈറ്റ് ഔറിക്കിളിൽ നിന്നാണ് ചെയ്യുന്നത്, പക്ഷെ അത് നേരെ ലെഫ്റ്റിലേക്ക് വിടും. ദ ലെഫ്റ്റ് ഔറിക്കിൾ റിലാക്സസ് ടു റിസീവ് ദ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആക്കും. അതായത് റൈറ്റ് സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ളതാണ് വരുന്നത്, പക്ഷെ റൈറ്റ് സൈഡിലേക്ക് അവിടുന്ന് പ്യൂരിഫൈ ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് ഓക്സിജൻ ബ്ലഡ്, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വരും. It then contracts to send the blood to the left ventricle which relaxes to receive it. അപ്പൊ എന്ത് ചെയ്യുന്നു? താഴെ അതിന്റെ താഴെ വീഡിയോ ഒരു it is an artery because blood. Okay, ഈ ചിത്രത്തിൽ നോക്കിയേ, ഇത് റൈറ്റ് ആർട്ടറിയം, ഇത് ലെഫ്റ്റ് ആർട്ടറിയം. നെക്സ്റ്റ് അതായത് റൈറ്റ് സൈഡിലുള്ള ഔറിക്കിൾ ആണിത് രണ്ടെണ്ണം. നെക്സ്റ്റ് താഴെ വന്നിരിക്കുന്ന ഈ രണ്ടെണ്ണം എന്താണ്? വെൻട്രിക്കിൾ. ദിസ് ഈസ് എ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ദിസ് ഈസ് എ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിൾ വിൽ റിസീവ് ദ blood which is having carbon dioxide and oxygen together. നമ്മൾക്കറിയാം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ ഉണ്ട്. സോ ഈ റൈറ്റ് ഔട്രിയം വിൽ റിസീവ് ദ blood which is having carbon dioxide including carbon dioxide and then it will be passed to the right ventricle. അപ്പൊ ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി റെഡി ആകുമ്പോൾ ചുരുങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ഇതിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഇറ്റ് വിൽ എക്സ്പാൻഡ്, അത് വലുതാകും അല്ലെ. അപ്പൊ ഇതെന്താ ഇവിടെ റെഡി ആയിട്ടിരിക്കുമായിരിക്കും, ചുരുങ്ങിയിരിക്കും. ഇതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, റൈറ്റ് വെൻട്രിക്കിളിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. ഇത് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അല്ലെ. അപ്പം എന്ത് ചെയ്യുന്നു? ഇവിടെ വന്നു കഴിയുമ്പോൾ സോറി, ഇതിവിടെ കാലിയായിട്ടിരിക്കുന്നു റൈറ്റ് വെൻട്രിക്കിള്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഈ പൾമിനറി ആർട്ടറിയിലൂടെ, പൾമിനറി വെയിനിലൂടെ ശുദ്ധീകരിച്ചിട്ടുള്ള ബ്ലഡ് വിത്ത് ഓക്സിജൻ അടക്കമുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് വിൽ ബി ഇതിനകത്ത് ഉണ്ടാകും. അതിന് ഇങ്ങോട്ട് നേരെ പറഞ്ഞു വിടും. ഈ പൾമിനറി ആർട്ടറിയിലൂടെ, പൾമിനറി വെയിനിലൂടെ കടത്തി ഇങ്ങോട്ട് വിടും. അപ്പൊ ഇവിടെ കാലിയാണ്. ഇനി ഇവിടെ വന്നിരിക്കുന്ന, ഇവിടത്തേക്കൂടെ വന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ കടത്തി വിടുന്നു.
അപ്പോഴത്തേക്ക് ഇത് ഇവിടുത്തെ പോയില്ലേ. ഇനി ഇത് ഇവിടെ വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ഇത് ലെഫ്റ്റ് auricles ആണ് ദിസ് സൈഡിലുള്ളത്. സോ വെൻ ഇറ്റ് കംസ് ഹിയർ ഇറ്റ് ഇസ് ഓക്സിജനേറ്റഡ് ആണ്. ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഇത് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടുന്ന് നേരെ താഴോട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് കടത്തി വിടുന്നു. ഓക്കെ, ഇത് ചെന്നാല് വൺസ് അഗൈൻ ഞാൻ പറയാം, ഇത് റൈറ്റ് auricles and this is left auricles. This is right ventricle and this is a left ventricle. And blood which is having deoxygenated means carbon dioxide include ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് കൂടിയിട്ടുള്ള ഇതാണ് ലങ്സിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഈ റൈറ്റ് ഓട്രിയം അല്ലെങ്കിൽ റൈറ്റ് auriclesൽ നിന്നും നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് അത് ശുദ്ധീകരിച്ച് നേരെ മുകളിലോട്ട് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക് വരുന്നു. നേരെ 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 ഇങ്ങനെ വരുന്നല്ല, റൈറ്റ് ആട്രിയൽ auricleൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ശുദ്ധീകരിച്ച് ഓക്സിജൻ മാത്രമായിട്ട് പൾമിനറി വെയിനിലൂടെ ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, the left auricle relaxes to receive the oxygenated blood. It then contracts to send the blood to the left ventricle, which relaxes to receive it. The left ventricle, അതായത് ഇത് left ventricle contracts to pump the oxygenated blood to the rest of the body. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ലെഫ്റ്റ് സൈഡിലെ വെൻട്രിക്കിളിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിനെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നു. The right side of the heart is completely separated from the left side with the help of a partition called a septum. Okay, ഇനി ഈ റൈറ്റ് atrium or auricle and the right ventricle is completely separated from left side auricle and ventricle. ഹാർട്ടിന്റെ വേറെ ഒരു വീഡിയോ and chest. Meanwhile, ഓക്കെ, ഈ ചിത്രം നോക്കിയേ. ഇത് റൈറ്റ് സൈഡിലുള്ള auricle and right ventricle. ഇനി ഇത് ലെഫ്റ്റ് സൈഡിലേതും. ഇതിനെ കംപ്ലീറ്റ്ലി ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് സെപ്റ്റ്യൂം. എന്താ പറയുന്നത്? സെപ്റ്റ്യൂം. സെപ്പറേറ്റഡ് ഫ്രം ദ ലെഫ്റ്റ് സൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പാർട്ടീഷൻ കോൾഡ് സെപ്റ്റ്യൂം. ദിസ് ഈസ് കോൾഡ് സെപ്റ്റ്യൂം. സെപ്പറേഷൻ ആണ് ലെഫ്റ്റിനെയും റൈറ്റിനെയും തമ്മിൽ. So that the two types of blood do not mix. എന്താ ഈ 2 types of blood എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ബ്ലഡ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് മിക്സ്ഡ് ആണ്. ഓക്സിജൻ മാത്രമല്ല, പ്യൂർ അല്ല, ശുദ്ധരക്തമല്ല. ഇനി ഇതിനെ ശുദ്ധീകരിച്ചിട്ടാണ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വിടുന്നത്. മനസ്സിലായോ? അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ളത് പ്യൂർ ബ്ലഡ് ആയിരിക്കും, ഓക്സിജൻ ഉള്ളതായിരിക്കും. സോ ഹിയർ വൺ ബ്ലോക്ക് ഈസ് ദർ. ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്, അതാണ് സെപ്റ്റ്യൂം. നെക്സ്റ്റ്, the heart has a number of valves that allow the blood to flow in one direction only. ഞാൻ പറഞ്ഞ പോലെ ഹാർട്ടിന് കുറെ വാൽവുകൾ ഉണ്ട്. അത് ഇവിടെ നോക്കിയതുപോലെ കുറെ വാൽവുകൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതല്ല കേട്ടോ, കുറെ വാൽവ്സ് ഉണ്ട്. അപ്പൊ ഞാനൊരു വീഡിയോ നോക്കട്ടെ. വാൽവ്സ് ഓക്കെ. വീഡിയോ എടുക്കുന്നതായിരിക്കുന്നല്ലോ അല്ലേ? ഹാർട്ടില് കുറെ വാൽവ്സ് ഉണ്ട്. ഈ വാൽവ്സ് എന്തിനാണ്? ബ്ലഡ് സർക്കുലേഷൻ ഒരു ഡയറക്ഷനിൽ വേണം നടക്കണം, അതിനു വേണ്ടിയിട്ട്. The 4 heart valves control the flow of blood through the heart by opening and closing the heart chambers. Okay, ഇത് right auricles. This is a right ventricles. അപ്പൊ നോക്കിക്കേ, ഇവിടുന്ന് ബ്ലഡ്, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡ്
നമ്മുടെ ഹാർട്ടിലേക്ക് ഈ റൈറ്റ് സൈഡിലൂടെ വന്ന് ഇതിൽ നിന്നും പമ്പ് ചെയ്ത് ക്ലിയർ ആയിട്ട് ഇവിടെ എത്തുന്നു. ഈ പറയുന്ന സാധനമാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, റൈറ്റിനെയും ലെഫ്റ്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സെപ്റ്റ്യൂം. ദിസ് ഈസ് സെപ്റ്റ്യൂം. എന്നിട്ട് ഇതിലൂടെ വന്നിട്ട് നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിൽ വന്ന് ലെഫ്റ്റ് സൈഡിലെ ഓറിക്കിൾ വന്ന് അവിടുന്ന് ക്ലീൻ ആയിട്ടുള്ള ബ്ലഡ് താഴോട്ട് വരുന്നു. എവിടെ? നമ്മുടെ വെൻട്രിക്കിളിലേക്ക് വരുന്നു. ഈ വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് ഈസ് സ്പ്രെഡ് ടു ദ ഹോൾ പാർട്ട് ഓഫ് ദ ബോഡി. ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്നത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ദ ഹാർട്ട് ഹാസ് എ നമ്പർ ഓഫ് വാൽവ്സ്. ഇനി ഇതില് നമ്മുടെ ഇതില് ഒരുപാട് വാൽവുകളുണ്ട്. ഈ വാൽവുകള് ബ്ലഡ് ഒരു സൈഡിലേക്ക് തന്നെ ഒഴുകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഇപ്പൊ ഇവിടുന്ന് ഒഴുകും നേരെ ഇങ്ങോട്ട് ഡയറക്റ്റ് റൈറ്റ് സൈഡിലുള്ള ഈ പറയുന്ന എന്താ പറയുന്നത് ഔറിക്കിളിൽ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാതെ താഴെ നേരെ വെൻട്രിക്കിലേക്ക് വരാൻ വേണ്ടി അങ്ങനെ ഓരോ കറക്റ്റ് ആയിട്ട് വാൽവ് കൊടുത്തേക്കണം. അപ്പൊ ആ വാൽവിൽ കൂടെ മാത്രമേ പോകുള്ളൂ. ഇനി ഇവിടെ നിന്നുള്ളത് നേരെ ഇപ്പുറത്തോട്ട് വരത്തില്ല. ഇവിടെ നേരെ അത് മുകളിലോട്ട് പോയിട്ട് അവിടുന്ന് താഴോട്ട് വരികയുള്ളൂ. അങ്ങനെ some valves are there, many valves are there, so that the blood will flow in one direction. The heart has a number of valves that allow the blood to flow in one direction only. Figure 12.10 shows the complete circulatory system in the body. ഇപ്പൊ നമ്മൾ കണ്ട വീഡിയോ തന്നെയാണ് മോളിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹാർട്ടിൽ നിന്നും ബ്ലഡ് താഴോട്ട് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലേക്ക് വരുന്നു. താഴോട്ട് വന്നിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ മാത്രമേ അത് മുകളിലോട്ട് പോകുന്നുള്ളൂ. നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കിക്കേ, 12.10 പേജ് നമ്പർ 136 പിക്ചർ നോക്കിക്കേ. ലങ്സിൽ നിന്നും ഈ റൈറ്റ് സൈഡിൽ ഈ റെഡ് കളറിലുള്ള ഇതിലൂടെ നേരെ വരുന്നു താഴോട്ട് അല്ലെ ബോഡിയിലേക്ക്. ഇത് ക്ലീൻഡ് ബ്ലഡ് ആണ്. ഇവിടുന്ന് അൺക്ലീൻഡ് ബ്ലഡ് ആണ് തിരിച്ച് ഹാർട്ടിലേക്ക് പോകുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളത്. അവിടുന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും വരുന്നത്. ഓക്കെ, മുകളിലോട്ട് പോകുന്നതിനെല്ലാം ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഹാർട്ട് ബീറ്റ് ആൻഡ് പൾസസ്. All the heart muscles do not contract at the same time. The two auricles contract first, forcing the blood into ventricles. The two ventricles contract of fraction of a second later. Okay, ഇപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ ഔറിക്കിൾസിന്റെയും വെൻട്രിക്കിൾസിന്റെയും വ്യത്യാസം എന്താ വെച്ചാൽ ഫസ്റ്റ് 4 കൂടെ ഒന്നിച്ച് 4 ചേമ്പേഴ്സ് ഒന്നിച്ച് കോൺട്രാക്റ്റും അല്ലെങ്കിൽ എക്സ്പാൻഡും ചെയ്യത്തില്ല. അപ്പം ആദ്യം ഏറ്റവും മേളത്തെ ഔറിക്കിൾസ് രണ്ടും റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ഔറിക്കിൾസ് വില കോൺട്രാക്ട് ചുരുങ്ങും. അപ്പൊ ചുരുങ്ങുമ്പോ എന്താ അതിന്റെ അർത്ഥം? അതിൽ നിന്നും ബ്ലഡ് താഴോട്ട് പോയി എന്നർത്ഥം. മനസ്സിലായോ? Then the ventricles, the two ventricles contract a fraction of second later. താഴോട്ട് വരുമ്പോഴാണ് അത് മുകളിലത്തത് കോൺട്രാക്ട് ആകും. ആ ഫോഴ്സിൽ ബ്ലഡ് താഴോട്ട് വരും. താഴത്തെ വെൻട്രിക്കിളില് വന്നിട്ട് 2 വെൻട്രിക്കിളിലും വരും. അപ്പം ഒരു ചെറിയ സെക്കൻഡ് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ വെൻട്രിക്കിൾസ് വർക്ക് ചെയ്യുന്നത്. ഫോർ ദിസ് റീസൺ ഈച്ച് ഹാർട്ട് ബീറ്റ് ക്യാൻ ബി ഹേർഡ് ആസ് 2 സൗണ്ട്സ്. നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ടിക് 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 അങ്ങനെയാണ് അല്ലെ? 2 സൗണ്ട് കേൾക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? കാര്യം എന്താണെന്ന്? കുറച്ച് സമയം സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കണം, അപ്പോഴേ കാണുള്ളൂ. തിരക്കുടിച്ചാലൊന്നും കിട്ടിയല്ല. ഓക്കെ, ഇനി സ്റ്റെതസ്കോപ്പ് വെച്ച് അവർ ചെക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് അവർക്ക് കേൾക്കാൻ പറ്റും. വൈ ദാറ്റ് 2 സൗണ്ട്സ് കംസ് അറ്റ് എ ടൈം. അറ്റ് എ ടൈം മീൻസ് ഒന്ന് വന്ന് ടിക് 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 അങ്ങനെയായിരിക്കും സൗണ്ട് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ മേളിലുള്ള ഔറിക്കിൾസ് രണ്ടും ഫസ്റ്റ് അത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. അതിന്റെ സൗണ്ട് ആദ്യം കേൾക്കും. എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഒരു സെക്കൻഡ് ലേറ്റ് ആയിട്ട് എന്ത് അടുത്ത നമ്മുടെ വെൻട്രിക്കിൾസ് ബീറ്റ് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. അതങ്ങനെയാണ് 2 തരം സൗണ്ട് കേൾക്കുന്നത്. The true ventricles contract a fraction of second later. For this reason, each heartbeat can be heard as 2 sounds. The weak contraction of auricles make 1 sound. ഇനി നമ്മുടെ ഔറിക്കിൾസ് കുറച്ച് വീക്ക് ആണെങ്കിൽ നമ്മൾ ഒരു സൗണ്ടേ കേൾക്കുകയുള്ളൂ. മനസ്സിലായോ? ഔറിക്കിൾസ് മേളിലെ ഹാർട്ടിന്റെ മേളിലെ ഭാഗം അല്പം വീക്ക് ആണെങ്കിൽ കുറച്ച് സൗണ്ടേ കേൾക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരു സൗണ്ടേ ശ്രദ്ധിക്കപ്പെടുള്ളൂ. This sound is followed by a stronger sound caused by the contraction of ventricles. പക്ഷേ നിങ്ങളെ ഓടുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നോക്കി എത്ര പെട്ടെന്ന് സ്പീഡായിട്ട് കാണാം അല്ലെ? ആ സമയത്ത് നമുക്ക് ഒറ്റ സൗണ്ടേ കേൾക്കാൻ പറ്റുകയുള്ളൂ. വൈ?
because auricles are producing a weak sound. അതിന് ചെറിയ സൗണ്ട് ഉള്ളൂ, പക്ഷെ താഴത്തെ സൗണ്ട് ഭയങ്കരമായിരിക്കും. ടക് ടക് ഭയങ്കര സൗണ്ട്, ടക് ഭയങ്കര സൗണ്ട് ഇട്ട് കേൾക്കാം അല്ലേ? The doctor listened to this two-part heartbeat lub dub. നമ്മൾ ടക് ടക് എന്ന് പറഞ്ഞിട്ട് അവർ lub dub എന്ന് പറയുന്നു. Using a device called a stethoscope. The sounds are actually produced by the closing of the valves of the heart when contraction occur. Actually heartbeat sound എങ്ങനെയാ വരുന്നത്? The sound is actually produced by the closing of valves. Heart ന്റെ valves close ചെയ്യുന്ന sound ആണ് കേട്ടോ. Of the valves are heart when contracts. അത് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന്റെ വാൽവ് ജസ്റ്റ് ക്ലോസ് ചെയ്യും. ആ സൗണ്ട് ആണ് നമ്മൾ കേൾക്കുന്നത്. When the left ventricles contracts, blood moves into the arteries under high pressure. The wall of the arteries are stretched by this pressure. When the ventricles relax, the pressure goes down. The stretching and relaxing of arteries with each heartbeat is felt as a throbbing called pulse. It is very easy to feel the pulse at the side of the neck or wrist. അപ്പം നെക്കിന്റെ എവിടെയോ ഇവിടെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 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 തോന്നുന്നില്ലേ? മൊത്തത്തിൽ ഇവന്റെ എല്ലാം അടിച്ചു പോയെന്ന് തോന്നുന്നു ഷാന്റെ. ഈ നമ്മുടെ ഈ തൊണ്ടക്കുട്ടിയുടെ ഇവിടെ ഇല്ലേ, അന്മരേക്ക് കിട്ടിയോ? ആ വന്നു അല്ലെ? ഒരുത്തൻ മരത്തെ കയറ്റി വെച്ചേക്കോന്ന് തോന്നുന്നു, പോയി ലൈനിൽ നിന്ന് പോയിട്ടുണ്ട്, എടുക്കാൻ പോയതായിട്ട്. ഓക്കെ, സോ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട്സ്, ബ്ലഡ് മൂവ്സ് ടു ദ ആർട്ടറി, താഴെയുള്ള ആർട്ടറിയിലേക്ക് വെൻട്രിക്കിൾസിലേക്ക് വരും. And stretched by this pressure. When the ventricles relaxes, the pressure goes down. അപ്പം വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡിനെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്ന സമയത്ത് the pressure താഴും. The stretching and relaxing of arteries with each heartbeat is felt as a throbbing called pulse. അപ്പൊ നമ്മുടെ the stretching and relaxing, അതായത് നമ്മുടെ ഹാർട്ട് ഇങ്ങനെ നമ്മുടെ എന്താ പറയുന്നത് ആർട്ടറീസ് അല്ലെങ്കിൽ ആവറിക്കൽസ് ഒക്കെ സ്ട്രെച്ച് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ആർട്ടറീസ് വെൻ ഹാർട്ട് ബീറ്റ് ഈസ് ഫെൽറ്റ്. അപ്പൊ ഹാർട്ട് ബീറ്റ് ഫെൽറ്റ് ചെയ്യുന്നതാണ് നമുക്ക് പൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈസി ടു ഫീൽ ദ പൾസ് അറ്റ് ദ നെക്ക്. ഇങ്ങനെ വെച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അല്ലേ. ഇനി നമ്മുടെ കൈയുടെ അവിടെ ഞരമ്പൊന്നും കിട്ടുന്നില്ലെന്നല്ല പറഞ്ഞു, എവിടെയെന്ന് വെച്ച് നോക്കിയാലും നമുക്ക് പിടുത്തം കിട്ടും. അതിനേക്കാൾ ഈസി ആയിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നു കഴുത്തില്, കൈയേക്കാളും ഈസി ആയിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നത്. ക്ലാസ് ഇപ്പൊ കട്ടാവേ, നമ്മള് ബാക്കിയുള്ള പിന്നെ അടുത്ത ക്ലാസ് പഠിക്കാം. ഇനി എപ്പോഴും നമ്മുടെ സയൻസ് ക്ലാസ് ഒരു ക്ലാസ് ഇടല്ലേ മാത്സിന്റെ 12:15 I think. ഓക്കെ, വിൽ സീ യു ഓൺ ദാറ്റ്.